ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മുട്ടക്കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും തേങ്ങാപ്പാൽ ഒഴിച്ചും എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ദോശയേക്കാളും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. നീർദോശ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരി എടുത്ത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം വെള്ളം എല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലോട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. പച്ചരി ഇപ്പം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പച്ചരിക്ക് പകരം വറുത്ത അരിപ്പൊടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നീർദോശ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പച്ചരി നന്നായി അരച്ചിട്ട് അതിലാണ് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. പച്ചരി ഇപ്പോൾ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലോട്ട് മാറ്റാം. ബാറ്റർ നല്ല തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായി ലൂസാക്കി എടുക്കണം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കാം. ബാറ്റർ ഇതുപോലെ ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ ഓരോ ദോശ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അടിഭാഗത്ത് അരിപ്പൊടി കട്ട പിടിച്ച് പോകും. നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് നന്നായി തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നീർദോശ നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഓരോ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. നീർദോശ റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.